ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം 33 ഞായർ. മർക്കോസിന് സുവിശേഷം 13 അധ്യായം 24 മുതൽ 31 വരെ തിരുവചനങ്ങൾ. എന്നാൽ ആ കാലത്തെ കഷ്ടതകൾക്ക് ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ നിപതിക്കും, ആകാശത്തിലെ ശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ തൻ്റെ മാലാഖമാരയച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന് അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്നും ഒരുമിച്ച് കൂട്ടും. അത്തിവൃക്ഷത്തിൽ നിന്ന് ഒരു ഉപമ പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളവായി ഇല തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കും കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ഇതിൽ നമ്മൾ ഒരു വചനം മാത്രമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്, ഈ 30-ാമത്തെ വചനം. ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കടന്നു പോകാത്ത തലമുറ. ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോകുകയില്ല. ഇതെങ്ങനെ മനസ്സിലാക്കാം? ഒന്ന്, യുഗാന്തത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? വലിയ കഷ്ടതകൾ, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണങ്ങൾ വിവരിച്ചു കഴിഞ്ഞു. അവയെല്ലാം സംഭവിക്കുന്നത് വരെ യേശുവിൻ്റെ തലമുറയിൽ ജീവിക്കുന്നവർ കടന്നു പോകുകയില്ല എന്നാണ് ആദ്യ വായനകൾക്ക് മനസ്സിലാകുക, ഈ പറഞ്ഞ സംഗതികളൊക്കെ. അപ്പോൾ യുഗാന്തം എന്താണ്? യുഗാന്തത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ യുഗാന്തം എന്താണ്? യേശുവിൻ്റെ മരണവും ഉത്ഥാനവുമാണ് യുഗാന്തം. ലോകാവസാനത്തിന് ആരംഭം കുറിക്കുന്നത് യേശുവിൻ്റെ മരണത്തോടും ഉത്ഥാനത്തോടും കൂടിയാണ്. ആ സമയത്ത് സൂര്യൻ ഇരുണ്ടുപോയി അല്ലേ, സൂര്യഗ്രഹണമുണ്ടായി, അങ്ങനെ ഒരുപാട് സംഗതികളുണ്ടായി. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ യുഗാന്തത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അത് യേശു മരിക്കുന്ന സമയത്ത് സംഭവിച്ചു. ആ സംഭവം കണ്ടവരാണ് ആ തലമുറ. അപ്പോൾ യേശുവിൻ്റെ മരണവും ഉത്ഥാനവുമാണ് ഈ ഇവിടെ പറയുന്ന യുഗാന്തം. ആ യുഗാന്ത ലക്ഷണങ്ങളാണ് വർണ്ണിച്ചത്. അത് വെളിപാടിൻ്റെ ഭാഷയിൽ വർണ്ണിച്ചിരിക്കുന്നു. ആ തലമുറ കണ്ടു. അത് മരണത്തിനും ഉത്ഥാനത്തിനും സാക്ഷികളാണ് ആ തലമുറ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നവരെ കടന്നു പോകുകയില്ല എന്ന് പറഞ്ഞത് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും എന്ന യുഗാന്ത സംഭവത്തെയാണ്. അതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. 2, ക്രിസ്തുവർഷം 70 യഹൂദ യുദ്ധമാണ് പ്രവചിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഒരേ തിരുവചനത്തിന് പല തട്ടുകളിലാണ് അർത്ഥം. ഒന്നാമത്തെ അർത്ഥം നമ്മൾ കണ്ടു, യേശുവിൻ്റെ മരണവും ഉത്ഥാനം എന്ന യുഗാന്തം. 2, AD 70 ക്രിസ്തുവർഷം 70 യഹൂദ യുദ്ധം 66 തുടങ്ങി 70 അവസാനിച്ചത്. അത് സംഭവിച്ചതിന് ശേഷമാണല്ലോ ആ തലമുറ കടന്നുപോയത് അല്ലേ? അത് സംഭവിച്ചതിന് ശേഷമാണ് അവിടെ നിൽക്കുന്ന തലമുറയിൽ ചിലര് അല്ലേ, എല്ലാവരും അല്ല, അതിൽ കുറെ ആ തലമുറ കടന്നുപോയത് AD 70. അപ്പോൾ ഇത് എന്ന് സംഭവിക്കുമെന്നാണല്ലോ ശിഷ്യന്മാർ ചോദിച്ചത്. മർക്കോസ് 13:4 ഇതെന്ന് സംഭവിക്കുമെന്ന് ചോദിച്ചത് ശിഷ്യന്മാർ മർക്കോസ് 13:4. അപ്പോൾ ക്രിസ്തുവർഷം 70 സംഭവിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം എന്താണ്? ഈ ലോകാവസാനത്തെക്കുറിച്ചുള്ളതാണ് ഈ പ്രഭാഷണം, യുഗാന്ത പ്രഭാഷണം എന്നൊക്കെ പറയുന്നതിന് കാരണമെന്ത്? വളരെ സിമ്പിളായൊരു ഉത്തരം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏതൊരു വീഡിയോയിൽ. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇതിനകത്ത് 2000-ലധികം വീഡിയോകളാണ്, കണ്ടെത്താൻ പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്. അതായത് ഈ ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കുകയും ജെറുസലേം ദേവാലയം നഗരം നശിപ്പിക്കപ്പെടുകയും ഒക്കെയാണ് ക്രിസ്തുവർഷം 70 സംഭവിച്ചത്. അതിന് വിശദമായ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ബെനഡിക്ട് മാർപ്പാപ്പയുടെ നസ്രത്തിൽ യേശു എന്ന പുസ്തകത്തിനകത്തുണ്ട്. 1-ാമത്തെ വോല്യത്തിൽ, രണ്ടാമത്തെ വോല്യം തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഈ യുഗാന്ത പ്രഭാഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. ആ പ്രഭാഷണം എന്ന് പറഞ്ഞുള്ള ഒരു അധ്യായമുണ്ട്. അതിനകത്ത് വളരെ വിശദമായി ബെനഡിക്ട് മാർപ്പാപ്പ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ എന്താണ് ദേവാലയം? ജെറൂസലേം ദേവാലയം അത് പഴയ ഉടമ്പടിയുടെ വാസ്തുശില്പ മാതൃകയായിരുന്നു, വാസ്തുശില്പ അടയാളമായിരുന്നു. വാസ്തുശില്പം കെട്ടിടം, പഴയ ഉടമ്പടിയുടെ കാണപ്പെടുന്ന വാസ്തുശില്പ മാതൃകയായിരുന്നു ദേവാലയം. പഴയ ഉടമ്പടി പുതിയ ഉടമ്പടിയിലേക്ക് ചുവട് വയ്ക്കുകയാണ്. ആ പഴയ ഉടമ്പടിക്ക് ഒരു ന്യായവിധിയുണ്ട്. പഴയ ഉടമ്പടിയുടെ ന്യായവിധി എന്താണ്? ജെറുസലേം നഗരം നശിപ്പിക്കപ്പെടുക, ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുക. അതാണ് പഴയ ഉടമ്പടിക്ക് നൽകപ്പെടുന്ന ന്യായവിധി. അതിൻ്റെ വെളിച്ചത്തിലാണ്, ഈ പഴയ ഉടമ്പടിയുടെ ന്യായവിധിയുടെ വെളിച്ചത്തിലാണ് പുതിയ ഉടമ്പടിയുടെ ന്യായവിധി, വരാനിരിക്കുന്ന ന്യായവിധി അവതരിപ്പിച്ചിരിക്കുന്നത്.
പഴയ ഉടമ്പടിക്ക് ഒരു ഇല്ലേ, അതൊരു ന്യായം വിധിക്കണമല്ലോ. ആ ന്യായവിധിയായിരുന്നു ക്രിസ്തുവർഷം 70 യഹൂദ യുദ്ധവും ജെറുസലേം ദേവാലയത്തിന്റെ നാശവും അത് അഗ്നിക്കിരയായതും. അപ്പോൾ പഴയ ഉടമ്പടിയുടെ ന്യായവിധിയായ ജെറുസലേം നഗരത്തിന്റെ നാശവും ജെറുസലേം ദേവാലയത്തിന്റെ അത് അഗ്നിക്കിരയായതുമെല്ലാം പഴയ ഉടമ്പടിയുടെ ന്യായവിധി ആയിരിക്കുന്നത് പോലെ പുതിയ ഉടമ്പടിയുടെ ന്യായവിധി വരാനിരിക്കുന്നു ഭാവിയിൽ, യുഗാന്തത്തിൽ. അതും ഈ മാതൃകയിലായിരിക്കും. പഴയ ഉടമ്പടിയുടെ ന്യായവിധിയുടെ മാതൃകയിലായിരിക്കും പുതിയ ഉടമ്പടിയുടെ ന്യായവിധി ഉണ്ടാകുക, പൊതുവിധി. അതുകൊണ്ട് പഴയ ഉടമ്പടിയുടെ ന്യായവിധി വർണ്ണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കുകളാണ് യുഗാന്തത്തെ വർണ്ണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ കണക്ഷൻ മനസ്സിലായോ? വളരെ വളരെ കറക്റ്റാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ക്രിസ്തുവർഷം 70 യഹൂദ യുദ്ധത്തെക്കുറിച്ചാണ് ഇത്. ആ തലമുറ കടന്നു പോകുന്നതിന് മുമ്പ് സംഭവിച്ചതാണ്. പക്ഷെ അതിൻ്റെ മാതൃകയിലായിരിക്കും വരാനിരിക്കുന്ന യുഗാന്തത്തിലെ പുതിയ ഉടമ്പടിയുടെ ന്യായവിധിയും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 16:28 മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഒരു വചനം കാണാം. മത്തായി 16:28. അതേ വചനം മർക്കോസ് 9:1 കാണാം. ചെറിയൊരു വ്യത്യാസമുണ്ട്. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുന്നത് വരെ മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം, അല്ലെങ്കിൽ ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുന്നത് വരെ. എന്താണ് ഈ പറയുന്നത്? ആ തലമുറയിൽ ഒരു കാണുന്ന പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 16:28 വാക്യമാണെങ്കിലും മർക്കോസ് 9:1 ഇതിന് തൊട്ട് ശേഷം വരുന്ന സംഭവം എന്താണ്? യേശുവിൻ്റെ രൂപാന്തരീഭാവം വലിയ മലമുകളിൽ വെച്ച്. അവിടെ യേശുവിൻ്റെ ദൈവത്വം, അതായത് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിരിച്ചലെ പതുക്കൊന്ന് ഉയർത്തി. അപ്പോൾ അവർ ദൈവത്വം കണ്ടു, വെട്ടിത്തിളങ്ങുന്ന സൂര്യനെ പോലെ. അപ്പോൾ മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് 3 പേര് കാണുകയാണ്: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ദൈവരാജ്യം ശക്തിയോടെ യേശുവിൽ വരുന്നത് ഈ 3 പേരും കണ്ടു. അപ്പോൾ ആ ഉത്തരം കിട്ടിയില്ലേ? മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് കർത്താവ് പറയുന്നു. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുന്നത് വരെ മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിലുണ്ടെന്ന്, അതായത് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ 2 വചനത്തിനും ഉത്തരം കിട്ടി. ഞാൻ അത് കണക്ട് ചെയ്തതിന് കാരണം 2 സ്ഥലത്തും ഏതാണ്ട് ഒരുപോലത്തെ വചനം പോലെ തോന്നും. ഇവയെല്ലാം സംഭവിക്കുന്ന ഒരു തലമുറ കടന്നു പോകുകയില്ല. ദൈവരാജ്യം ശക്തിയിൽ വരുന്നത് വരെ ഇല്ലേ, അത് കാണുന്നത് വരെ മരിക്കാത്തവരുണ്ട്. അല്ലെങ്കിൽ മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം. അപ്പോൾ ഈ വചനങ്ങൾ സാമ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് രണ്ടും പറഞ്ഞത്. നമ്മൾ പുതിയ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണ്. ആ പുതിയ ഉടമ്പടിക്ക് ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധി ഇല്ലേ, തനത് വിധിയുണ്ട്, പൊതുവിധിയുണ്ട്. ഇതേക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ എപ്പോഴും നമ്മൾ ഒരു ന്യായാസനത്തിന് മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു പച്ചവെള്ളം കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്താൽ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. വൃഥാ പറയുന്ന ഒരു വാക്കിന് പോലും നമ്മൾ കണക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇല്ലേ, പ്രവർത്തികൾക്കനുസരിച്ചാണ് ന്യായവിധി എന്ന് പല പ്രാവശ്യം ബൈബിൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സോള ഫിദെ, വിശ്വാസത്താൽ മാത്രം രക്ഷ എന്നുള്ളത് ബൈബിളിൻ്റെ പഠനമല്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണെന്ന് ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൃപയാൽ വിശ്വാസം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ആ രക്ഷിക്കപ്പെട്ടതിനനുസരിച്ച് പ്രവൃത്തി വേണം. പ്രവൃത്തി അനുസരിച്ചാണ് നമ്മൾ വിധിക്കപ്പെടുക. അപ്പോൾ അത് പേടിപ്പിക്കേണ്ട സംഗതിയൊന്നുമല്ല, നമ്മൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറേണ്ട സംഗതിയാണ്. അപ്പോൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറാനും എപ്പോഴും നന്മ ചെയ്യുന്നതിന് മനസ്സിരുത്താനും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനും ചെയ്യാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ, ഒരു മുന്നറിയിപ്പായിട്ടാണ് കർത്താവ് നൽകുന്നത്. നമ്മൾ ഒരു ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. പഴയ ഉടമ്പടിക്ക് വിധി ഉണ്ടായതുപോലെ പുതിയ ഉടമ്പടിക്കും വിധിയുണ്ട്. നമ്മൾ എല്ലാ നിമിഷവും ഈ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നവരെ പോലെ ജീവിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അങ്ങനെ ആകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.